ഫൈനലി നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യം തിരിച്ചു വരികയാണ്. ബ്രേ വൈറ്റ് മരിച്ചതോടെ നമ്മളെല്ലാവരും വിചാരിച്ചു ബ്രേ വൈറ്റിൻ്റെ സ്റ്റോറി, അങ്കിൾ ഹൗഡി, അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം എൻഡായെന്ന്. പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നൊരു കാര്യം ഉണ്ടായിരിക്കും, ബ്രേ വൈറ്റ് ഇല്ലാതെ ബ്രേ വൈറ്റിൻ്റെ സ്റ്റോറി എങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന്. യെസ്, അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരാളുണ്ട്. ആ ഒരാളെ ബാക്കി വെച്ചിട്ടാണ്, അതായത് എല്ലാം ആ ഒരു ആളെ ഏൽപ്പിച്ചിട്ടാണ് ബ്രേ വൈറ്റ് പോയിരിക്കുന്നത്. യെസ്, ആ ഒരു വ്യക്തി ആരാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതെ, ബൊഡ്ഡാൽ. യെസ്, ഇതിൻ്റെ എല്ലാ ടീസും നമുക്ക് ലഭിച്ചത് ബൊഡ്ഡാൽസിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ്. അത് സെക്കൻഡ് യൂട്യൂബ് ചാനൽ വഴിയാണ്. ഡെഡ്മെയർ എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനൽ പേര്. ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് ഉറപ്പായിട്ടും മനസ്സിലാവും. ബ്രേവ് ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് പല രീതിയിലുള്ള ക്രിപ്റ്റിക് സംഭവങ്ങൾ WWE അല്ല സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മളെ കാണിച്ചിട്ടുണ്ട്. സോ അതുപോലൊരു സംഭവമാണ് ഈ ഒരു ഡെഡ്മെയർ എന്ന് പറയുന്ന ആ ഒരു ചാനൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം 3 വീഡിയോ ഇട്ടിട്ടുണ്ട്, 3 WWE ആയിട്ട് റിലേറ്റഡ് ആണ്. സോ നമുക്ക് ഇത് കാണുമ്പോൾ ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം അങ്കിൾ ഹൗഡി അല്ലെങ്കിൽ ബ്രേവ് വൈറ്റിൻ്റെ ആ ഒരു സ്റ്റോറി വീണ്ടും തിരിച്ചു വരുന്നുവെന്ന്. അദ്ദേഹം ഈ ഒരു ചാനൽ തുടങ്ങിയത് വെറും 6 ദിവസം മുമ്പാണ്. വെറും 3 വീഡിയോസ് മാത്രമേ ഇട്ടുള്ളൂ. ഈ ഒരു 3 വീഡിയോസും ക്രിപ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് പണ്ടത്തെ ആ ഒരു ബ്രേവ് സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ആ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ക്രിപ്റ്റിക് സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ മാത്രമല്ല കാണാൻ സാധിക്കുന്നത്, ഫ്യൂച്ചറിൽ WWE കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. WWE അദ്ദേഹം ഡയറക്ടർ ഇല്ല, മറ്റൊരു രീതിയിലാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം അലക്സ ബ്ലിസിനെ അതുപോലെ തന്നെ കാരിൻ ക്രോസിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ. പിന്നെ മൂന്നാമത്തെ വീഡിയോയിൽ ദ മാൻ ഹാസ് 3 ഫേസസ് എന്ന് പറയുന്നൊരു സംഭവം NXT കാണിച്ചിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 3 വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ക്രിപ്റ്റിക് വീഡിയോ ആണ്. സോ നിങ്ങൾ ഡ്രെഡ്മെയർ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ കയറി നോക്കുക. ബൊഡാൽസിൻ്റെ സെക്കൻഡ് ചാനലാണത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു 3 വീഡിയോസും കണ്ടു നോക്കുക. ക്രിപ്റ്റിക് വീഡിയോസാണ്. പണ്ടത്തെ ആ ഒരു ബ്രേ വൈറ്റ് ഫീലൊക്കെ നമുക്ക് തോന്നിക്കും. അതായത് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ക്രിപ്റ്റിക് സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 3 വീഡിയോയിൽ തോന്നിക്കും. സോ ബ്രേ വൈറ്റ് അന്ന് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് WWE അല്ലായിരുന്നു പുറത്ത് വിടുന്നത്, ഇങ്ങനെ ഒരു ക്രിപ്റ്റിക് രീതിയിലൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ക്രിപ്റ്റിക് സംഭവങ്ങളാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ബൊഡാൽസിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു പഴയ സംഭവങ്ങളൊക്കെ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പപ്പറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഈ ഒരു വീഡിയോയ്ക്ക് പറയുന്നുണ്ട്. സോ നല്ല ചാൻസാണ് ആ ഒരു അങ്കിൾ ഹൗഡിയും ബ്രേ വൈറ്റിൻ്റെ സ്റ്റോറിയും തിരിച്ചു വരാനുള്ള. എനിക്ക് തോന്നുന്നത് കൺഫേം തന്നെയാണെന്നാണ്. ഉറപ്പായിട്ടും ആ ഒരു സംഭവം തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ റസൽമേനിക്ക് ശേഷം ഉറപ്പായിട്ടും അങ്കിൾ ഹൗഡി അതുമായിട്ട് ബന്ധപ്പെട്ട ഡാർക്ക് ക്യാരക്ടർ അല്ലെങ്കിൽ ഡാർക്ക് തീം അതുപോലെ ആ ഒരു സ്റ്റോറിയൊക്കെ തിരിച്ചു വരും എന്ന് എനിക്ക് ഏതാണ്ടൊക്കെ ഉറപ്പാണ്. സോ എല്ലാവരും ഈ ഒരു ഡ്രെഡ്മെയർ എന്ന് പറയുന്ന ചാനൽ കയറി നോക്കുക, നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാകും.